കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ ഇല്ലാതെ ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ രണ്ട് കീകളിലെയും പെർസെൻറ്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെ ആക്കേണ്ടതാണ്. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. 2 ഇമേജുകൾ വീതമായി 6 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മാസ്ക് ടെംപ്ലേറ്റ് ആണിത്. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും താഴത്തെ മാസ്കിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിലായി നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മുകളിലത്തെ റൗണ്ട് മാസ്കിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇമേജ് മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഔട്ട് ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഫെയ്ഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് 0.5 ആയി സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഇമേജ് ലെയറിലും ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ തന്നെ ഔട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് കൊടുക്കുക. എല്ലാ ഇമേജുകളുടെയും ആനിമേഷൻ സ്പീഡ് 0.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ടൈം ലൈനിൽ നിന്നും ഈ 2 ഇമേജ് ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരു ചെറിയ ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ 2 ഇമേജ് ലെയറുകളുടെയും ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണ്ട ലെങ്തിലേക്ക് മാത്രമായി വരുന്ന രീതിയിൽ ട്രിം ചെയ്ത് വെക്കുക. കർസർ ഇമേജ് ലെയറുകളുടെ എൻഡിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ദൂരം അകത്തേക്ക് വെക്കുക. ഇവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്ത 2 ഇമേജുകളും ഓപ്പൺ ചെയ്ത് മാസ്കിനുള്ളിലായി സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് കൊടുക്കുക. ഔട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് കൊടുക്കുക. താഴത്തെ ഇമേജ് ലെയറിലും ക്ലിക്ക് ചെയ്ത് മുകളിലത്തെ ഇമേജിൽ ചെയ്ത ആനിമേഷൻ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ ആവർത്തിക്കുക. ഈ 2 ഇമേജുകളുടെ ഡ്യൂറേഷനും കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. 2 ഇമേജുകളുടെയും ലെങ്ത് വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് മാത്രമായി ട്രിം ചെയ്ത് വെക്കുക. അടുത്ത 2 ഇമേജുകളും ഈ രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ വീഡിയോയ്ക്ക് വേണ്ട എല്ലാ ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ലെറ്ററിംഗ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ ഇവിടെയായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പ് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക.
ഓരോ 2 സെറ്റ് ഇമേജുകളും തുടങ്ങുന്ന ഭാഗത്തായി കർസർ വെച്ചുകൊണ്ട് ഈ ലെയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഇമോജി സെലക്ട് ചെയ്യുക. ഈ ഇമോജി ലെഫ്റ്റ് സൈഡിലായി ഈ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. ഓവറാൾ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലിങ്ക് സ്ലോ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ റൈറ്റ് സൈഡിൽ ഈ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കാലണ്ടർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ഇവിടെ നിന്നും മുകളിൽ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സിംഗിൾ ലവ് ഹാർട്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. മൾട്ടിപ്ലൈ കൊടുക്കുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Thank you.